കാണാതായ 2 ആൺമക്കളെ തേടിയിറങ്ങുമ്പോൾ ബദറുദ്ദീൻ കരുതിയിരുന്നില്ല തുടർന്നുള്ള ജീവിതം സർക്കാർ അഗതി മന്ദിരത്തിലാകുമെന്ന്. 3 വർഷങ്ങൾക്ക് മുൻപ് കൊല്ലം പള്ളിമുക്കിൽ വെച്ച് ഒരു ബൈക്ക് ബദറുദ്ദീനെ ഇടിച്ചു തെറിപ്പിച്ചു. പിന്നീടുള്ള 6 മാസം വിവിധ ആശുപത്രികളിൽ ചികിത്സയുടെ ഭാഗമായി ഒരു കാല് മുറിച്ചു മാറ്റി. ഒരു 8 മണിയാവും, ഒരു ബൈക്ക് ചീറി പാഞ്ഞു വന്ന് എന്നെ ഇടിച്ചു. പിന്നെ എനിക്കൊന്നും അറിയാൻ വയ്യായിരുന്നു. എല്ലാവരും കൂടെ എന്നെ അഷ്ടംകുടി ആശുപത്രിയിൽ എത്തിച്ച് അവിടെ ഒരാഴ്ച ഇവിടെ അഡ്മിറ്റിലായിരുന്നു. അത് കഴിഞ്ഞ് എന്നെ ഡിസ്ചാർജ് ചെയ്തു. അങ്ങനെ ഈ ബൈക്കുകാരൻ പയ്യൻ വന്ന് എൻ്റെ ബില്ല് അവിടെ അടച്ചതിന് ശേഷം പിന്നെ ഈ പയ്യനെ കാണാനുമില്ല. അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി പള്ളിമുക്കി വന്ന് പിന്നെ എനിക്ക് നടക്കാനൊന്നും വയ്യായിരുന്നു. അവിടുന്ന് നാട്ടുകാർ കൂടി വീണ്ടും മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞു വിട്ടു. മെഡിക്കൽ കോളേജിൽ പോയി എൻ്റെ കാല് കട്ട് ചെയ്തു, മുറിച്ചു മാറ്റി. ബൈക്ക് ഓടിച്ചിരുന്നയാൾ അപകട സമയത്ത് ബദറുദ്ദീനെ ആശുപത്രിയിൽ എത്തിച്ചു. പിന്നീട് ബൈക്ക് യാത്രികനെ കുറിച്ച് യാതൊരു വിവരവുമില്ല. പോലീസിൽ പരാതിപ്പെട്ടു, ഫലമുണ്ടായില്ല. ഈ പാവങ്ങളുടെ പരാതി ആര് കേൾക്കാൻ? പൈസ കിട്ടിയെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമായിരുന്നു. ക്ലെയിം അവർ തന്നെങ്കിൽ അവനും സമാധാനം ഉണ്ടായിരുന്നു. ഈ ലോകത്തും പരലോകത്തും അവൻ സമാധാനം കിട്ടും. ഞങ്ങളെ ഈ അവസ്ഥയിലല്ലേ രണ്ടുപേരും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് 6 മാസങ്ങൾക്ക് ശേഷം കൊല്ലത്തേക്ക് വന്നു. കോവിഡ് സംഹാര താണ്ഡവമാടിയ കാലം. സ്വന്തമായി കിടപ്പാടമില്ലാതിരുന്ന ഇവരെ കൊല്ലത്തെ സർക്കാർ അഗതി മന്ദിരത്തിലാക്കി. അപകടത്തിൽപ്പെടുത്തിയ ബൈക്ക് യാത്രികന്റെ പേരറിയാം. മറ്റൊരു വിവരവും ഇവരുടെ പക്കലില്ല. ബൈക്ക് യാത്രികനോട് ബദറുദ്ദീനും ഭാര്യയ്ക്കും ഒരു അപേക്ഷ മാത്രം. ആ പയ്യൻ തന്നെ ഞാൻ എത്തിച്ചത്. പക്ഷേ പയ്യൻ വന്നൊന്ന് എന്നെ ഒന്ന് ആശ്രയിച്ച് എന്നെ ഒന്ന് മുമ്പോട്ട് പിടിച്ച് കയറ്റിയെങ്കിൽ എനിക്ക് 2 കാലം കൊണ്ട് നിൽക്കാമായിരുന്നു. ക്യാമറമാൻ ഷാനവാസ് ഫരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.